ഏകദൈവത്തിന് സ്തുതി. സ്ലീഹാ നോമ്പിൻ്റെ 4-ാം ദിനമായ ഇന്ന് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ യോഹന്നാൻ സ്ലീഹയെക്കുറിച്ച് ഏതാനും ചില ചിന്തകൾ എല്ലാവരുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ദൈവത്തെ ശരണപ്പെടുന്നു. ബെഥാനിയയിലെ സിബരിയുടെയും ശലോമിയുടെയും മക്കളായിട്ടാണ് യാക്കോബും യോഹന്നാനും ജനിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യനായി വിശുദ്ധ യോഹന്നാൻ സ്ലീഹയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വെറും 25 വയസ്സ് പ്രായം മാത്രമായിരുന്നു യോഹന്നാൻ സ്ലീഹയ്ക്ക് ഉണ്ടായിരുന്നത്. തൻ്റെ പ്രായക്കുറവ് കൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി മാറുകയായിരുന്നു പിന്നീട് യോഹന്നാൻ സ്ലീഹ. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവകരുണയാൽ ലഭിച്ചവൻ എന്നാണ്. അതെ, യേശുക്രിസ്തുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി കരുതുവാൻ ഭാഗ്യം ലഭിച്ച ആളായിരുന്നു വിശുദ്ധ യോഹന്നാൻ സ്ലീഹ. തൻ്റെ എല്ലാ ശിഷ്യന്മാരോടും യേശുക്രിസ്തു ഒരേ രീതിയിലാണ് പെരുമാറിയിരുന്നതെങ്കിലും വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ ഒരു പ്രത്യേക വാത്സല്യം യേശുക്രിസ്തു വെച്ചു പുലർത്തിയിരുന്നു. വെറും ഒരു സ്നേഹബന്ധത്തിനപ്പുറം ആഴത്തിലുള്ള ഒരു ആത്മബന്ധമായിരുന്നു വിശുദ്ധ യോഹന്നാൻ സ്ലീഹയും യേശുക്രിസ്തുവുമായി ഉണ്ടായിരുന്നത്. കാൽവറി ക്രൂശിൽ വേദന കൊണ്ട് പിടയുന്ന സമയത്ത് ക്രൂശിൻ ചുവട്ടിൽ കണ്ണുനീർ വാർത്തുകൊണ്ട് നിന്ന യേശുക്രിസ്തുവിൻ്റെ ഒരേ ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ സ്ലീഹ. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഒറ്റപ്പെടുമെന്ന് കണ്ട യേശുക്രിസ്തു തൻ്റെ അമ്മയെ യോഹന്നാൻ സ്ലീഹയെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് സഭയുടെ വളർച്ചയ്ക്കായി നിരന്തരം പോരാടിയിരുന്ന യോഹന്നാൻ സ്ലീഹ റോമിൽ വെച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിപീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ഒടുവിൽ പത്മോസിലേക്ക് നാടുകടത്തപ്പെടുകയും അവിടെ വെച്ച് സ്വാഭാവിക മരണം പ്രാപിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായതെന്നാണ് സഭാ പണ്ഡിതന്മാർ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും വാത്സല്യവും വിശുദ്ധ യോഹന്നാൻ സ്ലീഹയെ പോലെ നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായി വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ അപേക്ഷ നമുക്ക് കാവലും കോട്ടയുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.